AK ശശീന്ദ്രൻ വനം മന്ത്രി നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ ശശീന്ദ്രൻ, വീണ്ടും ഒരു കാട്ടാന ആക്രമണത്തിൽ ഒരു ആദിവാസി സ്ത്രീ മരിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് താങ്കൾക്ക് ലഭിച്ചിട്ടുള്ള വിവരം? വയനാട് മലപ്പുറം ജില്ലയിലെ അതിർത്തി പ്രദേശത്ത് ഉൾക്കാട്ടിലാണ് രാവിലെ തേൻ ശേഖരിക്കാൻ പോയ ദമ്പതിമാർക്ക് കാട്ടാനയുടെ ആക്രമണത്തിന് ഇരയാകേണ്ടി വന്നത്. അതിൽ ഭാര്യയാണ് മരിച്ചത്. ഭർത്താവ് സുരേഷിന് ഗുരുതരമായ പരിക്കുണ്ട്. അവിടെ നിന്നും വനപാലകർക്ക് എത്തിച്ചേരാൻ പ്രയാസമുള്ള സ്ഥലത്താണ്. ഏതായാലും നിലമ്പൂരിൽ നിന്നും ടീം അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. സുരേഷിനെ എങ്ങനെയെങ്കിലും ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയുമെന്നുള്ള ശ്രമങ്ങൾക്ക് മുൻഗണന നൽകുന്നുണ്ട്. ആദ്യം ശ്രമിക്കുന്നത് അതാണ്. ഏതായാലും ഒരു വേദനിപ്പിക്കുന്ന ഒരു ദുരന്തം തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. കാട്ടിനുള്ളിൽ എത്തിച്ചേരാൻ സമയമെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇത് ബഡേരി സെക്ഷൻ എന്ന് പറയുമ്പോൾ ഉൾവനമാണോ? സാധാരണഗതിയിൽ കാട്ടാന ആക്രമണമൊക്കെ സാധ്യതയുള്ള സ്ഥലമാണ്. വനത്തിനുള്ളിലാണ്. കുറച്ചധികം കാട്ടിലൂടെ സഞ്ചരിക്കണം. അവിടെ എത്തിച്ചേരാൻ റോഡ് സൗകര്യം തന്നെ വളരെ കുറവാണ്. ഈ സുരേഷിനെ ആശുപത്രിയിൽ എത്തിക്കാൻ ഏത് വഴിയാണ് നമ്മളിപ്പോ തേടുന്നത്? അല്ല, അത് ഇവര് ആ സംഭവ സ്ഥലത്ത് എത്തുന്ന ഒരു റൂട്ടുണ്ടല്ലോ, ആ റൂട്ട് അവർക്കറിയാം. ആ റൂട്ടിലൂടെ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളത് നോക്കാൻ വേണ്ടിയാണ് ഇപ്പൊ അവര് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവര് സ്വാഭാവികമായി നടന്നിട്ടായിരിക്കുമല്ലോ എത്തിച്ചേർന്നതിന് ശേഷമുള്ള വിവരം കിട്ടിയാലേ കൂടുതൽ പറയാൻ വേണ്ടി സാധിക്കും. ഇവര് സ്വാഭാവികമായി നടന്നായിരിക്കുമല്ലോ പോയിട്ടുണ്ടാവുക. കുറെ ദൂരം നടന്നു പോകേണ്ടി വരും. പക്ഷെ സ്ഥിതി ഗുരുതരമാണെന്നുള്ള പ്രാഥമിക റിപ്പോർട്ടാണ് നമുക്കുള്ളത്. ഇന്ന് പുലർച്ചെയാണ് മിനിസ്റ്റർക്ക് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ. ഇന്ന് പുലർച്ചെയാണ് ഈ കാട്ടാന ചവിട്ടിയത് എന്നാണ്. അതെ, അതിരാവിലെ എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. രണ്ടും ഏതാണ്ട് തുല്യായിരിക്കല്ലോ. ഇത് ഉൾവനത്തിലായതുകൊണ്ട് ഇപ്പൊ നമുക്കിപ്പോ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്നുള്ള നിലപാടാണോ മന്ത്രിക്ക്? അല്ല, ജീവൻ രക്ഷിക്കലാണ് ഇപ്പോഴത്തെ ആദ്യത്തെ സാധ്യതയാണ് ആദ്യം പരിശോധിക്കുന്നത്. നന്ദി മിനിസ്റ്റർ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്.